മെക്സിക്കോയിൽ ശക്തമായ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 6.5 രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ റോഡുകൾ ഉൾപ്പെടെ തകർന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഗെറേറോ പ്രവിശ്യയിലെ സാൻമാർക്കോ നഗരത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. പ്രസിഡന്റ് ക്ലോഡിയ ഷിൻബോമിന്റെ വാർത്താസമ്മേളനം നടക്കുന്നതിനിടെയാണ് ഭൂചലനമുണ്ടായത്. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ശക്തമായ ഭൂകമ്പം, വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സുരേഷ്, വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് നിലവിൽ സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം മനുഷ്യജീവനുകൾ അത് വലിയ ഗൗരവതരമായ രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും അത്തരത്തിലുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും 6.5 റിക്ടർ റീഡിംഗ് രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പമായതിനാൽ തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമെന്ന് പറയുന്നത് അതീവ ഗൗരവമുള്ള ഒരു ആഴമുള്ള പ്രദേശത്ത്, ആഴത്തിലല്ല, ഭൂമിയിൽ നിന്നുള്ള പ്രതലത്തിൽ നിന്നും ഏറെ താഴെയല്ല പ്രഭവ കേന്ദ്രം എന്നതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള തകർച്ചകൾ കെട്ടിടങ്ങൾക്കോ അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. എന്നാൽ പക്ഷേ പാലങ്ങളും അതുപോലെ തന്നെ റോഡുകളും മറ്റു ഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ചെറിയ പ്രകമ്പനത്തിൻ്റെ ഭാഗമായി തകർന്നു പോയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ റോഡ് സർക്യൂട്ടുകളെ ബാധിക്കുന്ന സാഹചര്യവും അതുപോലെ തന്നെ വൈദ്യുതി ബന്ധം തകരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് പോലെ ക്ലോഡിയ ഷീൻബോമിൻ്റെ, അതായത് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോമിൻ്റെ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ ഷീൻബോം വാർത്താ സമ്മേളനം തുടരുന്നതിനിടെ തന്നെ ഈ അലാറം മുഴങ്ങുകയായിരുന്നു. അലാറം മുഴങ്ങിയത് പിന്നാലെ അല്പസമയം നിർത്തിവെച്ചതിന് ശേഷം വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തു. അത്തരത്തിൽ കെട്ടിടങ്ങളൊക്കെ ആടിയുലയുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി വലിയ തോതിലുള്ളൊരു നാശനഷ്ടം പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി അനുമാനിക്കപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ലഭ്യമാകുന്നതേ ഉള്ളൂ. സുരേഷ്, ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.